ഇപ്പോൾ ഇവരെല്ലാവരും ഡബ് ചെയ്യുമ്പോൾ നമുക്ക് റിയലായിട്ട് നമ്മളായിട്ട് സംസാരിക്കുന്ന സമയങ്ങളിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ കൂടുതൽ ഇപ്പോൾ പപ്പു ചേട്ടൻ്റെ മമ്മൂക്കയുടെ ഒന്നും നമ്മൾ നേരിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ശ്രദ്ധിക്കൂ. നേരിട്ട് പരിചയപ്പെടുന്ന പപ്പുട്ടൻ ശരിക്കും സംസാരിക്കുമ്പോൾ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള അത് നമ്മൾ ഈ സിനിമയായിട്ടൊന്നും അല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സംഭവങ്ങൾ ഓർക്കില്ലല്ലോ. അല്ല അത് അതിൽ വലിയ കാര്യമൊന്നുമില്ല, അല്ല അതിനകത്ത് പുള്ളി എന്നുള്ള സംഭവമൊക്കെ അതൊക്കെ സിനിമയ്ക്ക് വേണ്ടി പുള്ളി ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കോമഡി ഉണ്ട്. അതിൽ അത് പപ്പുച്ചേട്ടൻ കയ്യിൽ നിന്ന് ഇട്ട ഒരു തമാശയാണ്. ഇത് കയ്യിൽ നിന്ന് ചെയ്ത തമാശയാണെന്ന് തോന്നുന്നൊരു സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു സംഭവം തോന്നുന്നത്. പപ്പുച്ചേട്ടൻ ഒരു വീട്ടിൽ വന്ന് കയറും. ശാന്തികൃഷ്ണൻ്റെ വീട്, അമ്മാവനാണ് പപ്പുച്ചേട്ടൻ. പുള്ളി ഒരു തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ചകോരം എന്നുള്ള പടത്തിൻ്റെ പേര്. ഭയങ്കര വിശപ്പുണ്ട്, മോളെ നല്ല വിശപ്പ് എന്തെങ്കിലും കഴിക്കാർക്ക്. അപ്പോൾ ഇവർ കുറേ കറികളും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഒരു സ്വാമിയാണ്, നമുക്ക് കാണുമ്പോൾ വളരെ സ്റ്റാൻഡേർഡായിട്ട് തോന്നി, ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ വന്ന് ഈ സാധനം വെച്ചപ്പോൾ തന്നെ അത് അരിയാട്ടുന്ന പോലെ ഇതൊക്കെ എടുത്തിട്ട് എഴുതിയിട്ട് എന്താ അമ്മാവത് ഒരു മാനേഴ്സ്, ടേബിൾ മാനേഴ്സ് ഇല്ലേ, ഇങ്ങനെയാണോ കഴിക്കുന്നത്? സ്വാമിമാർക്ക് എന്ത് വൃത്തികേടുന്ന്. അത് ഞാനിപ്പോഴും ചിന്തിക്കുന്നൊരു സംഭവമാണ്. ഏറ്റവും കൂടുതൽ വൃത്തി കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് വേണ്ടത് സ്വാമിമാരാണ്. അപ്പോൾ അങ്ങനെ റിയൽ ആയിട്ടുള്ള കുറേ തമാശകളൊക്കെ നമ്മൾ നേരിട്ട് ഞാനിപ്പോൾ മാമുക്കൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പം നവാസ് മാമുക്കയാണ് ഞാൻ ചോദിക്കുന്നത്, കാഷ്വലായിട്ട് വയ്ക്കാണ്. അയക്ക എന്താ വിശേഷം? പ്രത്യേകിച്ച് ഒന്നും എങ്ങനെ പോകണം? അല്ല, കോഴിക്കോട് നിന്ന് കഴിഞ്ഞ ദിവസം അവിടുന്ന് പാസ് ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ എറണാകുളം വഴി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എറണാകുളത്തെ മിന്നാമം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ സുവേർ വന്നിട്ട് സാധനം കൊടുത്ത് ആ പറയും അത് പൊന്നാൻ എത്തിച്ച് തന്നു. പിന്നെ ആ വഴി ഒന്ന് പോകേണ്ടി വന്നു. അങ്ങനെ ഒരു ഇത് കറക്കം വന്നാണ്. അപ്പം ഇക്ക തന്നെയാണ് ആ വണ്ടിയിൽ പോയല്ലേ, ഒരു ഇന്നോവയിൽ 34 ഇല്ല എനിക്ക്. ഓക്കെ ഇപ്പോഴും എനിക്ക് മനസ്സിലായി. ശരി. ഇക്ക ഈ ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന പടത്തിൽ ഇക്ക നല്ലൊരു കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ബസ് കണ്ടക്ടറായിട്ട്. ആ കഥാപാത്രത്തെ ജസ്റ്റ് ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാമോ? അത് ചെയ്യാം. അത് ശരിക്കൊരു മിമിക്രി ക്യാരക്ടറാണ്. എനിക്കിവിടെ നാഷ്കൊക്കെ ആയിട്ടിങ്ങനെ കൂടുന്ന സമയത്ത് പല തമാശകളിലൂടെയൊക്കെ വന്നിട്ടുള്ള ഞങ്ങളുടെ ഗ്യാങ്ങിലൊക്കെ പറഞ്ഞിട്ടുള്ള വിറ്റ ശരിക്കൊരു തമാശയാണത്. ഒരാൾ ബസ് കാത്ത് നിൽക്കുന്നു, കൊടകര ബസ് കാത്ത് നിൽക്കുന്നു, ഞങ്ങൾ മിമിക്രി തമാശയാണ് അത്. ഞാൻ സിബി ഉദയൻ റൈറ്റേഴ്സ് അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നവാസ് ഈ ക്യാരക്ടർ നമുക്ക് ഈ പടത്തിൽ കയറ്റാം, ഹിറ്റ്ലർ ബ്രദേഴ്സ്. അതിനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഒരു ബസ് കണ്ടക്ടറുടെ സംഭവം വരുന്നുണ്ട്. അപ്പോൾ നവാസ് തന്നെ പെർഫോം ചെയ്താലേ അത് നിൽക്കുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ടൈമിങ്ങിൽ അത് ചെയ്താലാണ് അത് നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതൊരു സ്ക്രിപ്റ്റ് ആക്കാം, നവാസ് അതൊന്ന് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായ ഒരു കഥാപാത്രമാണ്. പക്ഷേ ഇപ്പോഴും ഏത് സ്ഥലത്ത് നമ്മൾ പ്രോഗ്രാമിൽ പോയാലും നമ്മളെ ഫസ്റ്റ് എൻട്രി ആകുമ്പോൾ തന്നെ അവിടെ നിന്ന് കൊടകര എന്ന് വിളിച്ച് പറയും പോലെ വരും. അത് നമുക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരമാണ്. അപ്പോൾ ആ ക്യാരക്ടർ ആളെ വിളിച്ച് കയറുന്ന നമ്മൾ കൊണങ്ങനെ വന്നി കൊണങ്ങനിക്ക് വന്നിപ്പം എന്താ നോക്കി വണ്ടി എങ്ങനെ പോണെന്ന് വന്നി കൊണങ്ങനിക്കിട്ടാ മനസ്സിലായില്ല മാഷേ, മനസ്സിലാണല്ലേ എങ്ങടെ പോണേന്ന്? ഞങ്ങൾ മലയാളിയല്ലേ. മലയാളത്തിൽ പറ, ഇത് എങ്ങടെ പോണത്? പിന്നെ അമ്മയുടെ നെഞ്ചെന്തെങ്കിൽ തെരുവാണ്. അത് മനസ്സിലായി. ഇത് പക്ഷേ ഈ ഒരു വിറ്റ് ശരിക്ക് ഭയങ്കര ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ആയിരുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ മിമിക്രി കോമഡിയാണത്. തെറി പറയുമ്പോൾ മനസ്സിലാവും, അതുവരെ മനസ്സിലാവും. അത് ഈ പറഞ്ഞ പോലെ പപ്പുച്ചേട്ടനായിട്ടുള്ള ഫൈറ്റാണത്. ശരിക്കും പറഞ്ഞൊരു ഫൈറ്റ് ചെയ്ത് അഭിനയിച്ച പോലത്തെ സംഭവമാണത്. പപ്പുച്ചേട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് തന്നെ. പപ്പുച്ചേട്ടനല്ലേ പപ്പുച്ചേട്ടനുള്ള കോമ്പിനേഷനാണ്. മഴ എങ്ങനെ പോണ മഴ എവിടേക്ക് എന്നോട് തോണ്ടൊക്കെ ചെയ്യണ്ട. നമസ്കാരം. ഇപ്പം എല്ലാവരും ആക്ടിങ് കൂടാതെ ഡയറക്ഷൻ നോക്കുന്നുണ്ട്. അതേപോലെ വല്ല പ്ലാനുണ്ടോ മനസ്സിൽ? ആക്ടിങ് കൂടെ നമ്മളിപ്പോൾ ഒരു ഭയങ്കര പ്ലാൻ
പ്ലാൻഡായിട്ട് അല്ല പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. നമുക്ക് അങ്ങനെ ഒരു ക്രിയേഷൻ ഉണ്ട്, അതിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ തോന്നുന്നു. നമ്മൾ ഈ പ്രൊഫഷനിൽ തന്നെ നിൽക്കില്ല, ഇന്നാളെ ഇത് തന്നെ ചെയ്യാൻ പാടുള്ള ആരും നമ്മളെ ഒരു വിലക്കിയിട്ടൊന്നും. അപ്പോൾ ഡയറക്ഷൻ്റെയൊക്കെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ? ഡയറക്ഷൻ മാത്രം ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം കുറച്ച് വെള്ളത്തിലാവില്ലേ? അല്ല, ഇപ്പോൾ ഡയറക്ഷൻ ചെയ്യുന്ന ഒരാളോ 2 പേര് മാത്രമല്ലല്ലോ, ഇവിടെ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ തലമുറയിൽ തന്നെ എത്ര പേര് വന്നു, ഞാൻ പേര് പറയുന്നില്ല. അതാ ഞാൻ ചോദിച്ചത്, അഭിനയം കൂടാതെ അവർ ഡയറക്ഷനും കൂടി ചെയ്യുന്നു. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും? അല്ല, ഇതിൻ്റെ ഒന്നും കാര്യം ചെയ്തോളുമ്പോൾ കുഴപ്പമില്ല. ഞാൻ ഇതൊന്നും അതല്ല, നമുക്ക് എന്ത് കഴിവാണോ നല്ലത്, നമ്മൾ അറിയാൻ പാടില്ലാത്തൊരു പണി ഏറ്റെടുത്തിട്ട് ഈ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ഒരു പണി ചെയ്യുമ്പോൾ അവരുടെ ചീത്ത കേൾക്കണം, പ്രേക്ഷകൻ നമ്മളെ തല്ലി ഓടിച്ചു തല്ലും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് വല്ല കഴിവുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് ഡയറക്ഷനായാലും പാട്ടായാലും ഡാൻസായാലും അഭിനയമായാലും ഒക്കെ. അതിന് ഈ കലാകാരനെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇന്നതേ ചെയ്യാൻ പാടുള്ള സംഭവമൊന്നുമില്ല. നല്ലത് ചെയ്യാം, നമ്മുടെ കുടുംബം വന്നിരുന്ന് കാണാവുന്ന എന്തും ചെയ്യാം.